പാർട്ടിക്ക് പുല്ലുവില കൊടുത്ത് എതിർപ്പ് 1% പോലും വില കൊടുക്കാതെ അവഗണിച്ച കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചതിൽ CPI നടപടി ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. വിഷയം ചർച്ച ചെയ്യാൻ ഇന്ന് ദേശീയ സംസ്ഥാന സെക്രട്ടേറിയറ്റുകൾ യോഗം ചേരും. അതൃപ്തി പരസ്യമാക്കുന്ന പ്രതികരണങ്ങളാണ് CPI നേതാക്കളുടേത്. നയപരമായ കാര്യങ്ങളിൽ ഗവൺമെൻറ് സെക്രട്ടറി അതിൽ ഒപ്പിടാൻ പാടില്ലാത്തതാണ്. അപ്പം പിന്നെ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ക്യാബിനറ്റിലെ അംഗങ്ങൾ കൂടി പങ്കെടുക്കുന്നതാണ് സെക്രട്ടേറിയറ്റ് യോഗം. അതിൽ ചർച്ച ചെയ്തിട്ട് എന്താണ് സ്ഥിതി എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് അതിന്മേൽ പ്രതികരിക്കും. അപമാനിക്കപ്പെട്ടു എന്നുള്ള നിലയിലുള്ള തോന്നലൊന്നുമില്ല. അത് ചില വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നതാണ്. അതതിൻ്റെ ഉചിതമായിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്തിട്ട് തീരുമാനമെടുക്കും. PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് വ്യക്തിപരമായി മന്ത്രി എന്ന നിലയിൽ ഒരു വിശദീകരണവും ഒരു പ്രതികരണവും ഇപ്പോൾ നടത്തുന്നില്ല. ഇത് വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണല്ലോ. സ്വാഭാവികമായിട്ടും പാർട്ടി സെക്രട്ടറി പാർട്ടിയുടെ നിലപാട് ഔപചാരികമായിട്ട് പ്രഖ്യാപിക്കും. ഞങ്ങളെല്ലാവരും മന്ത്രിമാരെല്ലാവരും പാർട്ടിയുടെ കീഴിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി നിലപാട് വരട്ടെ, അതിനുശേഷം പ്രതികരിക്കും. ഇപ്പോൾ ഓരോരുത്തരായിട്ട് ആ കാര്യത്തിൽ പ്രതികരിക്കേണ്ടതില്ല എന്നാണ് കരുതുന്നത്. പ്രതികരിക്കേണ്ട ഘട്ടം വന്നാൽ പ്രതികരിക്കുക. ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയാണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഇത് കേരളത്തിൽ ഒരു വിവാദം അല്ലെങ്കിൽ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. അതൊരു നയപരമായ വിഷയത്തിനകത്താണ്. അതിനകത്ത് ഞാൻ പറയുന്നത് പോലെ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഗോളി തന്നെ പോയി സെൽഫ് ഗോൾ അടിക്കാൻ തീരുമാനിക്കുന്ന ഒരു സാഹചര്യമാണ്. അത് മുൻപ് ഉണ്ടായിട്ടില്ലാത്ത ഒന്നാണ്. മറ്റ് ഘട്ടങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു കൂട്ടായ്മയാണ്. 11 ഘടകകക്ഷികൾ അതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ ഘടകകക്ഷികൾ പരസ്പരം മാനിക്കുന്നവരാണ്. മറ്റ് കക്ഷികളുടെ അഭിപ്രായം ചിലപ്പോൾ ഒരു തീരുമാനം ഘട്ടത്തിൽ നിലപാടെടുക്കുമ്പോൾ ആ കക്ഷിയോട് ചോദിച്ചാലേ എടുക്കുന്നത്. പക്ഷെ ഒരു തീരുമാനം എടുക്കുന്ന ഘട്ടത്തിൽ ചിലപ്പോൾ മാനിക്കേണ്ടി വരും. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട്, സമീപകാലത്ത് ഉണ്ടായിട്ടുണ്ട്, ഇനി ഉണ്ടായേക്കാം. പക്ഷെ ഇതെന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായിരിക്കുന്ന സാഹചര്യമാണ്. മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ഉൾപ്പെടെ CPI ആലോചനയിലുണ്ട്. പദ്ധതിയിൽ ഒപ്പുവെച്ച വിവരം പാർട്ടിയുടെ മന്ത്രിമാരെ അറിയിക്കാത്ത സാഹചര്യത്തിൽ ചീഫ് സെക്രട്ടറിയോട് CPI നിയമസഭാ കക്ഷി നേതാവ് മന്ത്രി K രാജൻ നിജസ്ഥിതി ചോദിച്ചറിയും. PMC പദ്ധതിയിൽ ഒപ്പിടാനുണ്ടായ സാഹചര്യം സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിശദീകരിക്കും. വിവരങ്ങളുമായി R ശ്രീത്ത്, ബൽറാം നെടുങ്ങാടി, B ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം ശ്രീത്തിലേക്ക് പോകുന്നു. ശ്രീത്ത്, ഇതിൽ ഒരു CPI ചർച്ച നടന്നിട്ടില്ല, മുന്നണിയിൽ ചർച്ച നടന്നിട്ടില്ല എന്നതിനപ്പുറം CPI ഏത് CPI എന്ന ചോദ്യത്തോടെ ആണ് അതിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി മുന്നോട്ടേക്ക് പോയത്. അതിൽ കടുത്ത പ്രതികരണം ബിനോയ് വിശ്വം നടത്തിയതാണ്. ഈ പദ്ധതിക്ക് ഒരു തരത്തിൽ അനുനയമില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ആളുടെ പേര് ബിനോയ് വിശ്വം എന്നാണ്. അവഹേളിക്കപ്പെട്ടിട്ടില്ല എന്ന് പ്രകാശ് ബാബുവിന് പറയാൻ കഴിയുന്നത് എങ്ങനെയാണ് ശ്രീത്? അവഹേളിക്കപ്പെട്ടിട്ടില്ല എന്ന് പ്രകാശ് ബാബു പറയുന്നത് അത് പാർട്ടിക്ക് അകത്ത് ഒരു ചർച്ച നടക്കാൻ പോകുന്നു. ആ തീരുമാനത്തിന് മുമ്പുള്ള ഒരു മിതമായ പ്രതികരണമായി കരുതിയാൽ മതി. എന്നാൽ പാർട്ടി വലിയ തോതിൽ അവഹേളിക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു എന്ന വികാരമാണ് CPI നേതൃത്വത്തിന് ആകെ ഉള്ളത്. അതുകൊണ്ട് തന്നെ കടുത്ത നടപടിയിലേക്ക് പോകണമെന്ന വികാരമാണ് CPI നേതാക്കളിലുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചയാണ് 12:30 CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നടക്കാൻ പോകുന്നത്. മന്ത്രിമാരെ പിൻവലിപ്പിച്ച് പുറത്തുനിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ നൽകണം എന്ന അഭിപ്രായമാണ് ഈ ഘട്ടത്തിൽ പാർട്ടിക്കകത്ത് ഉയരുന്നത്. ആ അഭിപ്രായത്തിലാണ് മുൻതൂക്കം. അതല്ലാതെ ഇപ്പോഴത്തെ നാണക്കേടിൽ നിന്ന്, വലിയ അഭിമാനക്ഷേത്രത്തിൽ നിന്ന് കരകയറാൻ മറ്റു മാർഗങ്ങളില്ല എന്ന നിലയ്ക്കാണ് CPI നേതാക്കൾ അതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രിമാരെ പിൻവലിപ്പിച്ച് മാറ്റി നിർത്താനുള്ള മാറി നിന്ന് പുറത്തുനിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിന്തുണയ്ക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് CPI വരാനുള്ള സാധ്യതകളുണ്ട്. എങ്കിൽ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് മാത്രമാണ് ഇതിനു മുന്നിലുള്ള ചെറിയ പ്രശ്നം. കാരണം CPIന്റെ സഹകരണമില്ലാതെ CPIക്ക് പലയിടത്തും ജയിച്ചു വരാൻ കഴിയില്ല. മാത്രമല്ല അങ്ങനെ ഒരു പ്രതിരോധം ഉണ്ടായാൽ വലിയ തോതിലുള്ള തിരിച്ചടി CPIക്ക് തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രാതിനിധ്യത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത്ര കടുത്ത നടപടിയിലേക്ക് പോകണം. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായുള്ള ബന്ധം മുറിക്കുന്ന ഒരു കടുത്ത നടപടിയിലേക്ക് പോകില്ല. മറിച്ച് മന്ത്രിമാരെ പിൻവലിച്ച് പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള ഒരു മന്ത്രിമാരെ പിൻവലിച്ച് പുറത്തുനിന്ന് പിന്തുണയ്ക്കുക എന്ന് പറയുന്നത് പോലും വലിയ നടപടിയാണ്. അത് വലിയ രാഷ്ട്രീയ നടപടിയാണ്, വലിയ നിലപാട് ആവശ്യമുള്ള നടപടിയാണ്. ചന്ദ്രപ്പനും വെളിയം ഭാർഗവനും ഉണ്ടാവുമെങ്കിൽ ഒരുപക്ഷെ പ്രതീക്ഷിക്കാമെന്ന്. പുതിയ CPIമിന് ബിനോയ് വിശ്വത്തിന്റെ CPIക്കൊക്കെ അത്ര വലിയ രാഷ്ട്രീയ നടപടിയിലേക്ക്, നിലപാടിന്റെ നടപടിയിലേക്ക് പോകാനുള്ള ആത്മധൈര്യമുണ്ട് എന്നൊക്കെ കരുതണോ ശ്രീത്? ഹാഷ്മി ചോദിച്ചത് തന്നെയാണ് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനുമേൽ ബിനോയ് വിശ്വത്തിനുമേൽ ഒരു വലിയ സമ്മർദ്ദമായി മാറുന്നത്. വെളിയത്തിൻ്റെ ചന്ദ്രപ്പൻ്റെ ഒരു പരിധിവരെ കാനത്തിൻ്റെ കാലത്ത് ഉണ്ടായ തരത്തിലുള്ള ഒരു ശക്തമായ നിലപാടെടുക്കാൻ ബിനോയ് വിശ്വത്തിന് ആർജവമുണ്ടോ? പാർട്ടി ആ തരത്തിൽ ധീരമായി നയിക്കാൻ ബിനോയ് വിശ്വത്തിന് കഴിയുമോ എന്ന ചോദ്യമാണ് അദ്ദേഹത്തിന് മേൽ നേതാക്കളുടെ സമ്മർദ്ദമായി വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കടുത്ത നടപടിയിലേക്ക് പോകാൻ ബിനോയ് വിശ്വത്തിന് മേൽ കടുത്ത സമ്മർദ്ദമുണ്ട്. ആ സമ്മർദ്ദത്തിന് വഴങ്ങി അദ്ദേഹം ഇത്തരമൊരു തീരുമാനത്തിലേക്ക് വന്നുകൂടായികയില്ല. എങ്കിൽ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായുള്ള
ബന്ധം വിച്ഛേദിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് വരാൻ ബിനോയ് വിശ്വം ഒരുക്കമല്ല. അത്തരത്തിൽ തന്റെ സ്ഥാനം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടാൻ ബിനോയ് വിശ്വത്തിനൊട്ടും താല്പര്യവുമില്ല. എങ്കിൽ പോലും ഈ ഘട്ടത്തിൽ പാർട്ടിയുടെ അഭിമാനക്ഷതത്തിന് പാർട്ടിക്ക് അടിയാണ്, പാർട്ടിയുടെ മുഖത്തേറ്റ അടിയായിട്ടാണ് ഈ സംഭവത്തെ CPIയുടെ അണികളും മറ്റു നേതാക്കന്മാരും കാണുന്നത്. അതുകൊണ്ട് തന്നെ ബിനോയ് വിശ്വത്തിന് ഒരു അനിവാര്യമായ നടപടി സ്വീകരിച്ചേ മതിയാകൂ. അത്തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം, സംഘടനാ സമ്മർദ്ദം ബിനോയ് വിശ്വത്തിന് മേൽ മുറുകുകയാണ്. അദ്ദേഹത്തിന്റെ സാധാരണ ശൈലിയിലുള്ള ഒരു എങ്ങും തൊടാത്ത ശൈലിയിലുള്ള ഒരു പ്രസംഗമോ അല്ലെങ്കിൽ പ്രതികരണമോ കൊണ്ട് കാര്യങ്ങളെ ഇത്തവണ രക്ഷിച്ചെടുക്കാൻ കഴിയില്ല. അത്രയ്ക്ക് അസാധാരണമായ സംഭവ വികാസങ്ങളാണ് CPI ഇടതുമുന്നണിയിൽ നേരിടുന്നത്. ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ ക്യാബിനറ്റിൽ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ മുഖ്യമന്ത്രിയും CPM മന്ത്രിമാരും മൗനം പാലിക്കൽ തുടങ്ങിയ അപമാനകരമായ സാഹചര്യത്തിലൂടെ CPI കടന്നു പോകുമ്പോൾ ധീരമായൊരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന ചോദ്യമാണ് CPI നേതാക്കളും അണികളും ബിനോയ് വിശ്വത്തിന് നേരെ ഇപ്പോൾ ഉയർത്തുന്നത്. അതുതന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. CK ചന്ദ്രപ്പന്റെ വെളിയം ഭാർഗവന്റെ കാലത്തേതുപോലുള്ള കടുത്ത നിലപാട്, അല്ലെങ്കിൽ നിലപാടിൽ അധിഷ്ഠിതമായൊരു നിലപാട് എടുക്കാനുള്ള കരുത്ത് ഒരുപക്ഷെ കാനം രാജേന്ദ്രന്റെ ഒരു ഫസ്റ്റ് ഫേസ് സമയത്തുണ്ടായ പോലെ ഒരു കരുത്ത് ബിനോയ് വിശ്വത്തിന് CPIക്ക് ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് അല്പസമയത്തിന് അറിയുകയും ചെയ്യാം. ബൽറാമിലേക്ക് പോകുന്നു. ബൽറാം, CPI കേന്ദ്ര നേതൃത്വം അടക്കം, CPI കേന്ദ്ര നേതൃത്വം മാത്രമല്ല, പീപ്പിൾസ് ഡെമോക്രസിയിൽ ഒരുപാട് നാൾ മുമ്പൊന്നുമല്ല ഈ PMCA പദ്ധതിയെപ്പറ്റി, ഈ പറയുന്ന NEP പറ്റിയൊക്കെ കടുത്ത വിമർശനങ്ങൾ, ഇത് കമ്മ്യൂണലിസം പ്രചരിപ്പിക്കാനുള്ള ആണ് എന്ന തരത്തിലുള്ള കടുത്ത വിമർശനങ്ങളുടെ ലേഖനങ്ങൾ ഈ അടുത്ത കാലത്ത് വരെ പീപ്പിൾസ് ഡെമോക്രസിയിലുണ്ട്. CPM നിലപാടതാണ്. പ്രഭാത് പട്നായിക്ക് പഠിച്ച ഒരു സമിതിയുടെ റിപ്പോർട്ടടക്കം അക്കാര്യത്തിലുണ്ട്. ഈ പറയുന്ന രീതിയിൽ അവയർനെസ് പാർട്ടി ക്ലാസ് പോലെ ബോധവൽക്കരണങ്ങൾ CPM ഒഫീഷ്യലി നടത്തിയതാണ്, CPI അതിനപ്പുറം നടത്തിയതുമാണ്. ഇത് കേന്ദ്ര തലത്തിൽ CPM CPI നേതൃത്വങ്ങൾ ഇതിനെ വിശദീകരിക്കുന്നത് എങ്ങനെയാകും ബൽറാം? ഹഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഈ വിഷയം, അതായത് ദേശീയ വിദ്യാഭ്യാസ നയം, അതിനെ എതിർക്കുക എന്നുള്ളത് ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തിന്റെ CPIയും CPIMും CPIMLും അടക്കമുള്ള പാർട്ടികൾ ഉൾപ്പെടുന്ന ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. അത് വർഗീയത പ്രചരിപ്പിക്കുന്നതാണ്, ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാനുള്ള പദ്ധതിയാണ് എന്ന പരസ്യമായി തന്നെ ഈ നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് കേരളത്തിൽ ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൽ നിന്നും ഭിന്നമായ ഒരു നിലപാട്, അത് മുന്നണിയുടെ ഭാഗമായ പ്രധാന ഘടകകക്ഷിയായ CPI പരസ്യമായി തന്നെ നിലപാട് അറിയിച്ചിരിക്കെ ഇത്തരത്തിൽ ഒരു ധാരണാപത്രം ഒപ്പിടുന്ന നടപടികളുമായി മുന്നോട്ട് പോയത് അത് ഞെട്ടിപ്പിക്കുന്ന ഒരു നടപടി എന്ന ആദ്യ പ്രതികരണമാണ് CPIയുടെ ദേശീയ നേതാക്കൾ നടത്തിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തിയുണ്ട്. ക്യാമറയ്ക്ക് മുന്നിൽ പറയുന്നതിനേക്കാൾ കടുത്ത അതൃപ്തി നേതാക്കൾക്ക് ഉണ്ട് എന്നുള്ളത് തന്നെ വ്യക്തമാണ്. കാരണം ഒരു കടുത്ത തീരുമാനത്തിലേക്ക് ഇതിന്റെ അടിസ്ഥാനത്തിൽ പോകായാൽ പോലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്ന തരത്തിലാണ് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇടത് നയം സംരക്ഷിക്കേണ്ട ചുമതല, ബാധ്യത അത് CPIയുടെ മാത്രമല്ല എന്ന പ്രതികരണമായിരുന്നു ഈ വാർത്ത വന്ന് ആദ്യഘട്ടത്തിൽ നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവരിൽ നിന്നും ലഭിച്ച പ്രതികരണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പാർട്ടി അപമാനിക്കപ്പെട്ടു എന്നതിനോടൊപ്പം തന്നെ തുല്യമായി ഈ പാർട്ടി ഇടത് നയത്തിൽ നിന്നും വ്യതിചലനം ഉണ്ടായിരിക്കുന്നു ഈ ഒരു തീരുമാനത്തിൽ എന്നുള്ളതാണ്. അത് അംഗീകരിക്കാൻ കഴിയില്ല. കൃത്യമായി തന്നെ ഈ ഒരു വികാരം പ്രതിഫലിക്കേണ്ടതുണ്ട് എന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഇന്ന് ചേരുന്ന യോഗങ്ങൾ അതിൽ ഏറ്റവും നിർണായകമാകും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉണ്ടാകും. വിശദമായി ഇക്കാര്യം വിലയിരുത്തും. ദേശീയ സെക്രട്ടേറിയറ്റ് ഇന്ന് മുൻ നിശ്ചയിച്ച അജണ്ട പ്രകാരമാണ് ചേരുന്നത്. ഈ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഉള്ള ആദ്യ ദേശീയ സെക്രട്ടേറിയറ്റ് ആണ്. എന്നാൽ ഇത്രത്തോളം ഗൗരവമുള്ള ഒരു വിഷയം മുന്നിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ദേശീയ സെക്രട്ടേറിയറ്റിലും ഇക്കാര്യം ഗൗരവത്തോടെ ചർച്ച ചെയ്യും. ഉചിതമായ നടപടി, അണികളുടെ പാർട്ടിയുടെ അഭിമാനം സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു നടപടി പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നേതാക്കളിൽ നിന്നും ലഭിക്കുന്ന വിവരം. സംസ്ഥാന നേതൃത്വം ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ അതിനോട് പൂർണ്ണമായും ഒപ്പം നിൽക്കുക എന്ന് തന്നെയാണ് ദേശീയ നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വിവാദമായ ഘട്ടത്തിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത് തന്നെയാണ് ഇക്കാര്യത്തിൽ പാർട്ടിയുടെ നിലപാട് എന്ന് ദേശീയ നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മാത്രമാണ് പാർട്ടി അധികാരത്തിൽ നിലവിൽ സർക്കാരിന്റെ ഭാഗമായി ഉള്ളത് എങ്കിൽ പോലും അവിടെ അതൊരു മാതൃകയായി ദേശീയ തലത്തിൽ ഉയർത്തി കാണിച്ചുകൊണ്ടിരിക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ വ്യതിചലനം ഉണ്ടായി എന്നുള്ളത് അത്ര ചെറുതായി കാണാൻ തയ്യാറല്ല CPI. വളരെ ഗൗരവത്തോടെ അത് ഇടതുപക്ഷ ആശയങ്ങളിൽ നിന്നുള്ള വ്യതിചലനമായി തന്നെയാണ് കാണുന്നത്. അതിനനുസരിച്ചുള്ള ഒരു കടുത്ത നടപടി നീക്കം ഉണ്ടാകും. അതിനുള്ള തീരുമാനം ഇന്ന് ചേരുന്ന സംസ്ഥാന ദേശീയ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹഷ്മി,
പി ദിലീപ് കുമാർ ചോദിച്ചു. ദിലീപ്, ഈ വലിയ വാർത്ത CPM മുഖപത്രമായ ദേശാഭിമാനിയും BJP മുഖപത്രമായ ജന്മഭൂമിയും അറിഞ്ഞില്ല എന്നുള്ളത് രാഷ്ട്രീയ കൗതുകമാണ്. മാത്രം ചിലപ്പോൾ അന്തർധാരയുടെ പുതിയ ഉദാഹരണമായി പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തേക്കാം. അത് അവരുടെ കാര്യം. പക്ഷേ CPI എന്ന് പറയുന്നത് LDF-ലെ ചെറിയൊരു ഘടകകക്ഷിയല്ല, രണ്ടാമത്തെ വലിയ ഘടകകക്ഷിയാണ്. ആ ഘടകകക്ഷി അവരുടെ മുഖപത്രത്തിൽ ഈ പറയുന്ന പദ്ധതി ഒപ്പിട്ടെന്ന് എന്നൊക്കെ എഴുതേണ്ടി വരുന്ന അവസ്ഥ എന്തൊരു വലിയ രാഷ്ട്രീയ ഗതികേടാണ് ദിലീപ് കുമാർ. ഇത് ഇപ്പോൾ അവിടെ സന്തോഷ് കുമാർ MP പറയുന്നത് തലയിൽ മുണ്ടിട്ട് പോയി ഒപ്പിട്ടു എന്നാണ്. യഥാർത്ഥത്തിൽ മുന്നണിക്കുള്ളിൽ തലയിൽ മുണ്ടിട്ട് നിൽക്കുന്ന നാണക്കേട് ഉണ്ടാവുന്നത് CPIക്കാണ്. ദിലീപ്, ഹാഷ്മി, അതെ, CPI ഒരു വലിയ പ്രതിസന്ധിയിലേക്കാണെന്നാണ് അവരുടെ പാർട്ടി മുഖപത്രമായ ജനയുഗത്തിന്റെ 1-ാം പേജിൽ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് തന്നെ. PM ശ്രീയിൽ കേരളം ഒപ്പിട്ടെന്ന് എന്ന നിലയിൽ അതുമാത്രമാണ് അതിൻ്റെ ഒരു തലക്കെട്ട്. സാധാരണ ഏതെങ്കിലും ഇത്തരത്തിൽ സ്ഥിരീകരിക്കാത്ത വാർത്തകളൊക്കെ മാധ്യമങ്ങൾ നൽകുമോ? അങ്ങനെ ഒപ്പിട്ടെന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.